കൊറിയർ അയക്കാൻ KSRTCയെ സമീപിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇതാ നിങ്ങൾക്കായ ഒരു സന്തോഷ വാർത്ത. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കൊറിയർ സർവീസ് പുനരാരംഭിക്കുകയാണ് KSRTC. KSRTCയുടെ കൊറിയർ സർവീസിനെ ആശ്രയിച്ചിരുന്നവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു കൊറിയർ സർവീസ് നിർത്തിയത്. സ്വകാര്യ ഏജൻസിയെ ഒഴിവാക്കി KSRTC ഇന്നു മുതൽ സ്വന്തമായി കൊറിയർ സർവീസ് നടത്തും. KSRTC തന്നെയായിരുന്നു സർവീസ് ആദ്യം നടത്തിയിരുന്നത്. നല്ല വരുമാനവും കിട്ടിയിരുന്നു. പിന്നീട് കൂടുതൽ പ്രൊഫഷണലാക്കാനാണ് സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചത്. സേവനം മോശമാണെന്ന വ്യാപകമായ പരാതിയെ തുടർന്ന് കൊറിയർ സർവീസ് KSRTC താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. ആന്ധ്രയിലെ സ്വകാര്യ ഏജൻസിയായ സിംഗു സൊല്യൂഷൻസിനായിരുന്നു കൊറിയർ സർവീസ് നടത്താനുള്ള ചുമതല. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരിക്കെ കഴിഞ്ഞ വർഷമാണ് പദ്ധതി ഈ സ്ഥാപനത്തെ ഏൽപ്പിച്ചത്. സേവനം അവസാനിപ്പിക്കാൻ അധികൃതർ ഇവർക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. KSRTCക്ക് കൊറിയർ സർവീസിലൂടെ മികച്ച വരുമാനം ലഭിച്ചിരുന്നു. ടിക്കറ്റ് വരുമാനത്തിന് പുറമെ KSRTCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സാണ് കൊറിയർ സർവീസ്. അത് തിരിച്ചുപിടിക്കുകയാണ് വീണ്ടും കൊറിയർ സർവീസ് പുനരാരംഭിച്ചതിലൂടെയുള്ള KSRTCയുടെ ലക്ഷ്യം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.